ഹലോ ഗൈസ്, ഇന്ന് ഞാൻ വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഫുൾ വീഡിയോ കാണണം. അതായത് നമ്മുടെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഗ്രോസറീസിന്റെ ഒക്കെ ഓരോ സാധനങ്ങളുടെയും വില കൂടി കൂടി വരികയാണ്. അപ്പൊ അങ്ങനെയുള്ളൊരു സിറ്റുവേഷനിൽ നമുക്ക് നമ്മുടെ വീട്ടിലിരുന്ന് തന്നെ ഇപ്പൊ നമുക്ക് ഓരോ മന്ത് നമ്മൾ ഗ്രോസറീസ് വാങ്ങിക്കാൻ ഇത്ര ഒരു എമൗണ്ട് മാറ്റി വെക്കുമല്ലോ. നമുക്കങ്ങനെ ഒരു പ്ലാൻ, ഒരു ഫിനാൻഷ്യൽ പ്ലാനിങ് നമുക്ക് ഓരോ മാസവും ഉണ്ടാവും. അപ്പോൾ അതനുസരിച്ച് നമ്മൾ പ്ലാൻ ചെയ്ത ആ ഒരു ബഡ്ജറ്റിൽ നിർത്തിക്കൊണ്ട് ഓരോ പ്രോഡക്റ്റും നമുക്ക് വീട്ടിലിരുന്ന് തന്നെ സെലക്ട് ചെയ്യും, അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ. അതുപോലെ ഒരുപാട് ഓഫേഴ്സും കൂപ്പൺസും ഒക്കെ അപ്ലൈ ചെയ്ത് എങ്ങനെ സാധനങ്ങൾ പർച്ചേസ് ചെയ്യാം എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. മെയിൻലി അതിന്റെ 2 ആപ്സ് ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഒന്ന് ഇൻസ്റ്റാമാർട്ടും പിന്നൊന്ന് ബിഗ് ബാസ്ക്കറ്റും. അപ്പോൾ ഈ 2 ആപ്പുകളും യൂസ് ചെയ്തിട്ട് എനിക്കുള്ള പേഴ്സണൽ എക്സ്പീരിയൻസ്, അതുപോലെ തന്നെ എങ്ങനെയാണ് ആപ്പ് യൂസ് ചെയ്യുന്നത് എന്നുള്ളതൊക്കെ ഞാൻ ഈ വീഡിയോയിൽ ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം. പിന്നൊരു കാര്യം, നമ്മൾ എന്ത് കാര്യമാണെന്നുണ്ടെങ്കിലും, ഇപ്പൊ ആപ്പ് എന്നല്ല, നമ്മൾ ഫോണിൽ യൂസ് ചെയ്യുന്ന ഒരു ആപ്പ് മാത്രമല്ല, എന്ത് കാര്യമാണെങ്കിലും അതിനൊരു പോസിറ്റീവ് സൈഡും അതുപോലെ തന്നെ ഒരു നെഗറ്റീവ് സൈഡും ഉണ്ടാവും. അപ്പോൾ പക്ഷെ നമ്മൾ എങ്ങനെ അത് യൂട്ടിലൈസ് ചെയ്യുന്നു എന്നുള്ളതാണ്. കാരണം ഒരു കാര്യത്തിന്റെ പോസിറ്റീവ് സൈഡ് മാത്രം നമ്മൾ നമ്മുടെ ലൈഫിലേക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കതിൽ നിന്ന് ബെനിഫിറ്റ്സ് ഉണ്ടാവും. സെയിം അതുപോലെ തന്നെയാണ് എനിക്ക് ഈ ആപ്സും ഫീൽ ചെയ്തിട്ടുള്ളത്. അതിന്റെ പോസിറ്റീവ് സൈഡ് ഞാൻ നല്ല രീതിക്ക് തന്നെ യൂസ് ചെയ്യും. അതുകൊണ്ട് എനിക്ക് ഒരുപാട് പ്രോഫിറ്റ്, കാരണം ഒരു മന്തിൽ ഗ്രോസറീസ് വാങ്ങിക്കുന്നതിൽ എനിക്ക് നല്ല രീതിക്ക് തന്നെ പ്രോഫിറ്റ്, ഒരു ലാഭം നല്ല രീതിക്ക് തന്നെ കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഉപയോഗിക്കേണ്ട രീതിയിൽ അത് ഉപയോഗിക്കണം. അപ്പൊ അതെല്ലാം ഞാൻ പറഞ്ഞു തരുന്നുണ്ട് ഈ വീഡിയോയിൽ. ഈ ഇൻസ്റ്റാമാർട്ടിലും ബിഗ് ബാസ്ക്കറ്റിലും ഞാൻ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് ഇൻസ്റ്റാമാർട്ട് തന്നെയാണ്. പക്ഷെ ബിഗ് ബാസ്ക്കറ്റും ഞാൻ ഇതിന്റെ ഇടയിൽ യൂസ് ചെയ്യാനുള്ള ഒരു റീസൺ എന്താണെന്ന് വെച്ചാൽ, സംടൈംസ് എന്തെങ്കിലും ഒരു നെറ്റ്വർക്ക് ഇഷ്യൂ വരുന്ന ഒരു സിറ്റുവേഷനിൽ, അല്ലെങ്കിൽ കൂടുതലായിട്ട് ഓഫേഴ്സ് കിട്ടുമ്പോഴത്തേക്കും, നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോഴത്തേക്കും എന്തെങ്കിലും ഒരു 150 റുപ്പീസ് 200 റുപ്പീസ് ഒക്കെ റിഡക്ഷൻ വരുന്ന ടൈമിലൊക്കെ ഞാൻ ബിഗ് ബാസ്ക്കറ്റിൽ നിന്ന് വാങ്ങിക്കാറുണ്ട്. അതുപോലെ ഏതൊരു പെർട്ടിക്കുലർ പ്രോഡക്റ്റ് നല്ല രീതിയിൽ വിലക്കുറവിന് വരുമ്പോൾ ഞാൻ ബിഗ് ബാസ്ക്കറ്റിൽ നിന്ന് വാങ്ങിക്കും. അപ്പൊ അങ്ങനെ മാറിയാണ് കേട്ടോ. രണ്ടും ഞാൻ യൂസ് ചെയ്യാറുണ്ട്. പക്ഷെ കമ്പാരിറ്റീവ്ലി കൂടുതൽ ഞാൻ ഉപയോഗിക്കുന്നത് ഇൻസ്റ്റാമാർട്ടാണ്. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറയാം, എനിക്ക് സ്വിഗ്ഗി എന്നുള്ളൊരു ആപ്പ് എനിക്ക് അറിയായിരുന്നു. ഇതിനു മുമ്പ് നമ്മൾ ഫുഡൊക്കെ വാങ്ങിക്കുക, ഫുഡ് ഡെലിവറി ആപ്പായിട്ട് സ്വിഗ്ഗിനെ അറിയാം. പക്ഷെ സ്വിഗ്ഗിയിൽ തന്നെ ആപ്പിന്റെ ഉള്ളിലുള്ളതാണ് ഈ ഇൻസ്റ്റാമാർട്ട് എന്ന് പറയുന്ന ഒരു സംഭവം എന്നുള്ളത് എനിക്കറിയില്ലായിരുന്നു. അപ്പൊ പ്ലേ സ്റ്റോറിൽ സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ ഇൻസ്റ്റാമാർട്ട് എന്ന് പറഞ്ഞ് ഒരു ആപ്പ് ഉണ്ട്. അതല്ലാതെ ഞാൻ ഉപയോഗിക്കാൻ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്വിഗ്ഗി ആപ്പ് ഉണ്ടല്ലോ. അപ്പൊ എന്റെ ഫോണിൽ സ്വിഗ്ഗി ആപ്പ് ഉണ്ട്. ആ ആപ്പ് ത്രൂ തന്നെയാണ് ഞാൻ ഇൻസ്റ്റാമാർട്ട് യൂസ് ചെയ്യുന്നത്. ഇത് യൂസ് ചെയ്യുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ഒരു മന്തിലേക്കുള്ള ഗ്രോസറീസ്, ഇപ്പൊ ഈ മാസത്തെ ഗ്രോസറീസ് ഞാൻ കംപ്ലീറ്റ് ആയിട്ട് വാങ്ങിച്ചത് ഇൻസ്റ്റാമാർട്ടിൽ നിന്നാണ്. അപ്പോൾ ഗ്രോസറീസ് വാങ്ങിക്കുന്നതിന് മുമ്പ് ഞാൻ ചെയ്യുന്നൊരു കാര്യം, ഫസ്റ്റ് പ്രൈസ് അനലൈസ് ചെയ്യും. ഓരോന്നിന്റെ വില എങ്ങനെയാണ്, കാര്യങ്ങൾ എങ്ങനെയാണ് എന്നൊക്കെ കയറി നോക്കും. അതായത് ഇപ്പൊ പച്ചക്കറി, അതുപോലെ ഫ്രൂട്ട്സ്, പിന്നെ പാക്കറ്റ് ഐറ്റംസ്, ഓരോന്നിന്റെയും റേറ്റുകൾ ഞാൻ വൺ ബൈ തന്നെ സമയം എടുത്ത് ഞാൻ ചെക്ക് ചെയ്യും കേട്ടോ. അപ്പോൾ അതിഭീകരമായിട്ട് കൂടുതലാണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റ് പിന്നെ ഞാൻ വാങ്ങിക്കില്ല. അങ്ങനെയാണ് ചെയ്യാറ്. പക്ഷേ ഈ മാസം കമ്പാരിറ്റീവ്ലി സാധനങ്ങൾക്കൊക്കെ നല്ല വിലക്കുറവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ പർച്ചേസ് ചെയ്യുന്നതിന് മുമ്പ് നല്ല രീതിക്ക് തന്നെ നോക്കി നമ്മൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ലാഭം കിട്ടും. ഇപ്പോ അതായത് ഓരോ ടൈമിലും മാറിക്കൊണ്ടിരിക്കുമല്ലോ. ഞാൻ ആദ്യം തന്നെ ഈ ആപ്പ് ത്രൂ നമ്മൾ വാങ്ങിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാം. പിന്നെ നെഗറ്റീവ് സൈഡ്സ് പറയാം. എല്ലാ കാര്യത്തിലും നെഗറ്റീവ്സ് ഉണ്ട്. ഇപ്പോൾ ഒരു കാര്യത്തിനെ പറ്റി ഞാൻ പറയുമ്പോൾ, എന്റെ എക്സ്പീരിയൻസ് പറയുമ്പോൾ ഓഫ്കോഴ്സ് ഞാൻ അതിന്റെ പോസിറ്റീവ് സൈഡും പറയണം, നെഗറ്റീവ് സൈഡും പറയണം. അപ്പൊ പോസിറ്റീവായിട്ട് മാത്രം പറഞ്ഞാൽ ശരിയാവില്ലല്ലോ. ഇന്ന കാര്യങ്ങൾ നെഗറ്റീവ് ആയിട്ടുണ്ട്, അപ്പൊ ഇതൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് അത് പോസിറ്റീവ് ആക്കി മാറ്റാം എന്നുള്ള രീതിയിൽ തന്നെ ഞാൻ അത് പറഞ്ഞു തരും. അപ്പോൾ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയാം. ഇതിപ്പോ ഒരു മാറുന്ന ഒരു കാര്യമാണ്. അതായത് ഫ്രീ ഡെലിവറി നമുക്ക് ഇവർ തരുന്നുണ്ട്. അതായത് 299 അതിനു മുകളിലും പർച്ചേസ് ചെയ്യുന്നവർക്ക് ഫ്രീ ഡെലിവറി കൊടുക്കും ചില സമയങ്ങളിൽ. പക്ഷെ ഇപ്പൊ എങ്ങനെയാ വെച്ചാൽ 499 അതിനു മുകളിലും പർച്ചേസ് ചെയ്യുന്നവർക്ക് ഫ്രീ ഡെലിവറി കൊടുക്കും.
അപ്പോൾ അത് വളരെ നല്ല ഒരു കാര്യം തന്നെയാണ്. കാരണം നമ്മൾ ഒരുമിച്ച് ഗ്രോസറീസ് ഒക്കെ വാങ്ങിക്കുമ്പോഴത്തേക്കും, ഒരുപാട് സാധനങ്ങൾ വാങ്ങിക്കുമ്പോഴത്തേക്കും എന്തായാലും 499 അല്ലെങ്കിൽ 299 മുകളിലായിട്ട് വരും. അപ്പോൾ നമുക്ക് ഫ്രീ ഡെലിവറി, അതായത് ഡെലിവറി അവർ കൊണ്ടുവന്ന് തരുന്നതിന് നമ്മളോട് പ്രത്യേകിച്ച് ഒരു പ്രൈസും തന്നെ കൊടുക്കുന്നില്ല. ഫ്രീ ഡെലിവറി ആയിട്ട് തന്നെ നമുക്ക് എല്ലാ സാധനങ്ങളും കിട്ടും. പിന്നെ ഹാൻഡ്ലിംഗ് ഫീ എന്ന് പറഞ്ഞ് നമ്മൾ എന്തായാലും കൊടുക്കണം കേട്ടോ. അതൊരു 10 രൂപ അല്ലെങ്കിൽ 14 രൂപ ഹാൻഡ്ലിംഗ് ഫീ എന്ന് പറഞ്ഞ് ഇവർക്ക് കൊടുക്കണം. അത് എനിക്ക് തോന്നുന്നു അതൊരു നഷ്ടമായിട്ടുള്ള ഒരു കാര്യമായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. ചില സമയത്ത് അതൊരു 7 രൂപ 8 രൂപ ആ രീതിയിലും വരാറുണ്ട് ഈ ഹാൻഡ്ലിംഗ് ഫീ. അതായത് ഇപ്പൊ നമ്മൾ കടയിൽ പോയിട്ടൊരു സാധനം വാങ്ങിക്കാൻ, ഒരു സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് സാധനം വാങ്ങിക്കാൻ നമുക്കിപ്പോ എന്തായാലും ഒന്നില്ലെങ്കിൽ ഓട്ടോ പിടിച്ചു പോകും, അല്ലെങ്കിൽ നമ്മൾ കാറിൽ പോകും, അല്ലെങ്കിൽ നമ്മൾ ബസ്സിൽ പോകും, പിന്നെ നമ്മൾ നടന്നു പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു എഫേർട്ട് ഉണ്ട്. അപ്പൊ അതിന് പകരമായിട്ട് ഒരു 7 രൂപ 8 രൂപ കൂടി പോയാൽ 14 രൂപ പേ ചെയ്യുന്നത് അത്ര വലിയ കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഇനി അതുപോലെ തന്നെ ഓഫേഴ്സ്, ഇതിൽ ഒരുപാട് കൂപ്പൺസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് അവരൊരു ഇന്ന ഒരു എമൗണ്ട് സെറ്റ് ചെയ്തിട്ടുണ്ടാവും. ചില സമയം 300 രൂപ, ചില സമയം 500 രൂപ, ചില സമയം ഇപ്പൊ വന്നിരിക്കുന്ന മാക്സ് സേവർ എന്ന് പറഞ്ഞ ഒരു സംഭവം വന്നിട്ടുണ്ട്. ഈ മാക്സ് സേവർ കൂടാതെ തന്നെ കൂപ്പൺസ് ഉണ്ട് കേട്ടോ. അതായത് പേടിഎം വഴി പേയ്മെന്റ് നടത്തുന്നവര്, കാർഡ് പേയ്മെന്റ് നടത്തുന്നവര്, പിന്നെ അത് കൂടാതെ തന്നെ ഒരു പെർട്ടിക്കുലർ എമൗണ്ടിന് മുകളിൽ പേയ്മെന്റ് നടത്തുന്നവർക്ക് എല്ലാവർക്കും അവരൊരു പ്രൈസിൽ റിഡക്ഷൻ കൊടുക്കുന്നുണ്ട്. അത് കൂടാതെ മാക്സ് സേവർ എന്ന് പറയുന്നത് 999 അതിന് മുകളിലും ആയിട്ട് നമ്മൾ പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അപ്പൊ ഈ 999 എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു മാസത്തെ വീട്ടിലേക്കുള്ള ഗ്രോസറീസ് എന്ന് പറയുമ്പോൾ എന്തായാലും 999 മുകളിൽ പോകുമല്ലോ. അപ്പോൾ നമുക്ക് മാക്സ് സേവർ അവിടെ അപ്ലൈ ചെയ്യാം. മാക്സ് സേവർ അപ്ലൈ ചെയ്താലുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വാങ്ങിക്കുന്ന ഓരോ പ്രോഡക്ട്സിനും നമുക്ക് റിഡക്ഷൻ കിട്ടും പ്രൈസിന്. ഈ മാക്സ് സേവർ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ പറയുമ്പോൾ ഒരു ബിസ്ക്കറ്റ്, ഇപ്പൊ നമ്മൾ പാർലേജിയുടെ ഒരു ബിസ്ക്കറ്റ് വാങ്ങിക്കുകയാണ്. ഇപ്പൊ അതിന് കറക്റ്റ് റേറ്റ് എനിക്ക് അറിയില്ല. അപ്പൊ ഞാനൊരു എക്സാമ്പിൾ പോയി ഇപ്പോൾ 15 രൂപയുടെ ബിസ്ക്കറ്റ് ആണ് വാങ്ങിക്കുന്നതെന്ന് വിചാരിക്കും. ഇപ്പോൾ മാക്സ് സേവർ അപ്ലൈ ചെയ്യുമ്പോൾ ചിലപ്പോൾ ഒരു 12 രൂപയായിട്ടായിരിക്കും കുറയുന്നത്. ചില പ്രൊഡക്ട്സിന് 2 രൂപ 3 രൂപയായിട്ടായിരിക്കും കുറയുന്നത്. പക്ഷെ ചില പ്രൊഡക്ട്സിന് 10 രൂപ 12 രൂപ വരെ കുറവ് വരുന്നുണ്ട്. അപ്പൊ നിങ്ങളൊരു കാര്യം ആലോചിക്കേണ്ടത്, നമ്മൾ ഒരുപാട് പ്രൊഡക്റ്റ് വാങ്ങിക്കുമ്പോൾ എല്ലാ പ്രൊഡക്ട്സിനും 2 രൂപ 3 രൂപ വെച്ച്, അല്ലെങ്കിൽ 10 രൂപ 12 രൂപ വെച്ച് കുറവ് വന്നു കഴിഞ്ഞാൽ ഇൻ ടോട്ടൽ നമ്മൾ വാങ്ങിക്കുന്ന എല്ലാ പ്രൊഡക്റ്റിനും കൂടി നല്ല രീതിയിൽ തന്നെ പ്രൈസ് റിഡക്ഷൻ നമുക്ക് കിട്ടും. അത് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. സോ ഇപ്പൊ അവൈലബിൾ ആയിട്ട് ഇൻസ്റ്റാമാർട്ടിൽ അവൈലബിൾ ആയിട്ടുള്ളതാണ് ഈ ഒരു മാക്സ് സേവർ എന്ന് പറയുന്നത്. സോ അത് നിങ്ങൾക്ക് നല്ല രീതിക്ക് തന്നെ യൂട്ടിലൈസ് ചെയ്ത് കൊണ്ടുപോകും. അതൊക്കെ കൊണ്ട് തന്നെയാണ് ഈ മന്തിൽ ഞാൻ കംപ്ലീറ്റ് ഗ്രോസറീസും ഇൻസ്റ്റാമാർട്ടിൽ നിന്നാണ് കേട്ടോ വാങ്ങിച്ചത്. പിന്നെ ഇതിന്റെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം പറയുന്നത് ഡെലിവറി ടൈമാണ്. ഇവര് ഡെലിവറിക്ക് വേണ്ടി എടുക്കുന്ന സമയം. ഇപ്പൊ നമ്മളെല്ലാം ഒരുപാട് പ്രൊഡക്റ്റ്, ഇപ്പോൾ ഒരു 5000 രൂപ 6000 രൂപയ്ക്ക് നമ്മൾ വാങ്ങിച്ചു, അല്ലെങ്കിൽ ഒരു 3000 രൂപയ്ക്ക് 4000 രൂപയ്ക്ക് എത്ര രൂപയ്ക്ക് വാങ്ങിച്ചാലും ഇവർ കൂടിപ്പോയ എടുക്കുന്ന സമയം എന്ന് പറയുന്നത് 15 മിനിറ്റ് ആണ്. 15 മിനിറ്റിനുള്ളിൽ നമുക്ക് വീട്ടിലെ സാധനങ്ങൾ വരെ എത്തിക്കും. എനിക്ക് സംടൈംസ് 15 മിനിറ്റ് നമുക്ക് ഇങ്ങനെ ആപ്പിൽ കാണിച്ചാലും ഒരു 7 മിനിറ്റ് 8 മിനിറ്റിനുള്ളിൽ തന്നെ വീട്ടിലേക്ക് സാധനങ്ങളെല്ലാം ഡെലിവറി ചെയ്ത് കിട്ടാറുണ്ട്. പിന്നെ ഇത്ര പെട്ടെന്ന് സാധനങ്ങൾ ഡെലിവറി ചെയ്യുന്നു എന്ന് വെച്ചിട്ട് പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മൾ ഹാൻഡ്ലിംഗ് ഫീ കൊടുക്കുന്നുണ്ടെങ്കിൽ അതിന് വർത്തായിട്ടുള്ള സർവീസ് നമുക്ക് കിട്ടുന്നുണ്ട്. നല്ല രീതിയിൽ തന്നെയാണ് അവർ പാക്കേജിങ്ങും കാര്യങ്ങളും എല്ലാം. എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു കവറും കാര്യങ്ങളൊക്കെയാണ് അവർക്കുള്ളത്. അപ്പൊ അതിൽ അവർ നല്ല രീതിയിൽ തന്നെ സേഫ് ആയിട്ട്, പൊട്ടിപ്പോകുന്ന സാധനങ്ങളാണെങ്കിൽ അതൊക്കെ സേഫ് ആയിട്ട് നമ്മുടെ പൊട്ടാതെ നമ്മുടെ വീട്ടിൽ എത്തിച്ചു തരും. പിന്നെ അടുത്തൊരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് ഡെലിവറിക്ക് വേണ്ടി വരുന്ന ബോയ്സ് വളരെ നല്ല രീതിയിൽ തന്നെയാണ് നമ്മളോട് പെരുമാറുന്നത്. എനിക്ക് ഒരു രീതിയിൽ ഒരു മോശം അനുഭവങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. ഇപ്പൊ ഇൻ കേസ് എന്തെങ്കിലും അഡ്രസ്സ് വെക്കുന്നതിൽ ഇപ്പൊ നമ്മുടെ ഭാഗത്തു നിന്നാണ് എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടായെങ്കിൽ കൂടി അവർ നല്ല രീതിയിൽ നമ്മളോട് സംസാരിച്ച് ഇഷ്യൂസ് സോൾവ് ചെയ്യുകയും, അതുപോലെ ചില ആളുകൾ എന്ന് പറയുമ്പോഴത്തേക്കും ആദ്യമായിട്ടായിരിക്കും ഈ ഒരു ജോബിന് വരുന്നത്. അപ്പൊ അവർക്ക് ഇത് നോക്കി ലൊക്കേഷൻ കറക്റ്റ് ആയിട്ട് കണ്ടുപിടിക്കാനും കാര്യങ്ങൾക്കുള്ള ബുദ്ധിമുട്ടുണ്ടാവും. അപ്പൊ നമ്മളോട് അവർ വളരെ പ്ലീസിങ് ആയിട്ടാണ് സംസാരിക്കുന്നത്. വളരെ പൊളൈറ്റ് ആയിട്ട് നല്ലൊരു സർവീസാണ് അവർ നമുക്ക് തരുന്നത്. അപ്പൊ അത് എനിക്കിതിന്റെ ഏറ്റവും പോസിറ്റീവ് ആയിട്ടുള്ളൊരു സൈഡാണ് തോന്നിയിട്ടുള്ളത്. ഈവൻ ലേറ്റ് നൈറ്റ് ഡെലിവറീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ എല്ലാ ടൈമിലും നമുക്ക് നല്ലൊരു സ്മൈലോട് കൂടി നമുക്ക് ഇത് കൊണ്ടുവന്ന് തരും സാധനങ്ങളൊക്കെ. അതിനൊരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവാറില്ല. ഇതുവരെ എനിക്ക് ഫേസ് ചെയ്തിട്ടില്ല. ഞാൻ ഈ ഇൻസ്റ്റാമാർട്ട് ആണെങ്കിലും ബിഗ് ബാസ്ക്കറ്റ് ആണെങ്കിലും 1 ഇയർ ആയിട്ട് കണ്ടിന്യൂസ് ബേസിൽ ഉപയോഗിച്ച് വരുന്നതാണ്. അതായത് സത്യം പറയാൻ ഞാൻ പ്രഗ്നന്റ് ആയ ആ ഒരു ടൈം മുതലാണ് ഇത് ഉപയോഗിക്കാൻ തുടങ്ങി. കാരണം നമ്മൾ അധികം പുറത്തോട്ടൊന്നും ആ ഒരു ടൈമിലൊന്നും ഞാൻ ഇറങ്ങില്ലായിരുന്നു. കംപ്ലീറ്റ് ഓൺലൈൻ പർച്ചേസും കാര്യങ്ങളായിരുന്നു. അപ്പൊ ആ സമയം മുതൽ എനിക്കറിയാം.
അപ്പോൾ ഇതിന്റെ ഒരു പോസിറ്റീവായിട്ടുള്ള വേറൊരു കാര്യം എന്ന് പറയുമ്പോൾ നമുക്ക് ലേറ്റ് നൈറ്റ് ക്രേവിങ്സ് ഒക്കെ ഈ പ്രഗ്നൻസി ടൈമിൽ നമുക്ക് ഉണ്ടാവുമല്ലോ. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു 10:30 ആയിരിക്കും, രാത്രി 10:30 എനിക്ക് ഐസ്ക്രീം കഴിക്കാൻ തോന്നുന്നത്, കേക്ക് കഴിക്കാൻ തോന്നുന്നത്, അങ്ങനെയുള്ള ക്രേവിങ്സും കാര്യങ്ങളൊക്കെ ആ ഒരു സമയത്ത് ഉണ്ടാവുമല്ലോ. അപ്പൊ നമ്മളെ വീട്ടിലുള്ളവരെയൊക്കെ ബുദ്ധിമുട്ടിച്ച് അവരെ കടയിലേക്ക് വിടുക എന്നുള്ളത് അത് പറ്റുന്ന കാര്യമല്ലല്ലോ. അപ്പൊ അങ്ങനെയുള്ള സിറ്റുവേഷൻസിലും ഞാൻ ഡിപ്പെൻഡ് ചെയ്യുന്നത് ഇൻസ്റ്റാമാർട്ടിനെ ആയിരുന്നു. പിന്നൊരു കാര്യം, നമ്മൾ ഒരു പ്രൊഡക്റ്റ് ആയിട്ട് മാത്രം വാങ്ങിക്കുമ്പോഴത്തേക്കും നമ്മൾ ഡെലിവറി ചാർജ് എന്തായാലും കൊടുക്കണം. അത് ആവശ്യം വരും. എന്നാലും ഒരു അത്യാവശ്യം ടൈമിൽ നമുക്കിത് യൂസ് ചെയ്യാം, ആ ഒരു സർവീസ് നമുക്ക് ഉപയോഗിക്കാം. അതുപോലെ പാക്കേജിങ്ങിന്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, അവര് എക്കോ ഫ്രണ്ട്ലി ആയിട്ടൊരു കവറിലാക്കിയാണ് നമുക്കിത് തരുന്നത് സാധനങ്ങളെല്ലാം. സംടൈംസ് നമ്മൾ ഇത് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് തന്നെ ചൂസ് ചെയ്യാൻ പറ്റും. അതായത് നമുക്ക് കവർ വേണ്ട, കവറിന്റെ ആവശ്യം നമുക്കില്ല എന്ന് നമുക്ക് മെൻഷൻ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ ചെയ്യുന്നുണ്ടെന്ന് വെച്ചാൽ അവർ നല്ല ക്വാളിറ്റി ഉള്ളൊരു ബാഗ്, ഒരു ഓറഞ്ച് കളർ ഒരു ബാഗാണ്, നല്ല ക്വാളിറ്റി ഉള്ളൊരു ബാഗാണ്. ആ ബാഗിനകത്ത് നമ്മുടെ സാധനങ്ങളെല്ലാം നിറയ്ക്കും. ദെൻ നമ്മുടെ കയ്യിലോട്ട് തരും. നമുക്ക് വീടിന്റെ ഉള്ളിലൊക്കെ കൊണ്ടുവച്ച് ആ സാധനങ്ങളൊക്കെ എല്ലാം ഉണ്ടോ എന്നൊക്കെ കറക്റ്റായിട്ട് ചെക്ക് ചെയ്ത് മാറ്റിയതിന് ശേഷം ആ ബാഗിലുള്ള കംപ്ലീറ്റ് സാധനങ്ങൾ എടുത്തതിന് ശേഷം ബാഗ് തിരിച്ച് അവർക്ക് കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ കവർ വേണ്ട എന്ന് പറഞ്ഞാലും, മീൻസ് നമുക്ക് കവർ ആവശ്യമില്ല, സെപ്പറേറ്റ് ഈ സാധനങ്ങൾക്കായിട്ട് കവർ ആവശ്യമില്ലെങ്കിൽ അവരായിട്ട് തന്നെ ഒരു ബാഗിൽ, 2 ബാഗിലോ 1 ബാഗിലോ ആയിട്ട് സാധനങ്ങൾ മുഴുവനും കൊണ്ടുവന്ന് സേഫ് ആയിട്ട് എത്തിച്ചു തരും. അത് നല്ലൊരു പോസിറ്റീവായിട്ടുള്ള കാര്യം തന്നെയാണ്. ഗ്രോസറീസ് മാത്രമല്ല കേട്ടോ, മെഡിസിൻസ്, ഗിഫ്റ്റ് ഐറ്റംസ്, ഇലക്ട്രോണിക് ഐറ്റംസ്, ബ്യൂട്ടി പ്രോഡക്ട്സ് എല്ലാം നമുക്ക് ഇൻസ്റ്റാമാർട്ടിൽ നിന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ എനിക്ക് ഉണ്ടായിട്ടുള്ള ഒരു ഇൻസിഡന്റ്, അതായത് ഒരു ചാർജർ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റാമാർട്ടിൽ നിന്ന്. അപ്പോൾ ഞാൻ ഓർഡർ ചെയ്തത് ഒരു സി ടൈപ്പ് ചാർജർ ആയിരുന്നു, സി ടൈപ്പ് പിന്നുള്ളത്. പക്ഷെ എനിക്ക് വന്നത് വേറെയായിരുന്നു. അപ്പോൾ എനിക്ക് കുറച്ച് ഡിസപ്പോയിന്റഡ് ആയിട്ട് തോന്നി. പക്ഷെ ഉടനെ തന്നെ ഞാൻ അതിന്റെ കസ്റ്റമർ സർവീസിലേക്ക് വിളിച്ചു, കോണ്ടാക്ട് ചെയ്തു. അവരെനിക്ക് വിത്തിൻ 1 hour സംഭവം എക്സ്ചേഞ്ച് ചെയ്ത് തന്നു. അപ്പൊ എന്തെങ്കിലും ഒരു സാധനം നമ്മൾ ഓർഡർ ചെയ്തിട്ട് അത് വേറെ രീതിയിൽ വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് അവരുടെ കസ്റ്റമർ സർവീസുമായിട്ട് കോണ്ടാക്ട് ചെയ്ത് നമ്മുടെ കാര്യങ്ങൾ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്ത് ഫോട്ടോസോ വീഡിയോസോ കാര്യങ്ങളൊക്കെ അയച്ചു കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ നമുക്ക് ഉടനെ തന്നെ എക്സ്ചേഞ്ച് ചെയ്ത് തരും. ഈ ചാർജർ മാത്രമല്ല കേട്ടോ, ഞാൻ അതുപോലെ ഒരു ഹെഡ്സെറ്റ്, വയേർഡ് ആയിട്ടുള്ള ഒരു ഹെഡ്സെറ്റ്, ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ്, അതൊക്കെ ഇൻസ്റ്റാമാർട്ടിൽ നിന്ന് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ മെഡിസിൻസ് വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ എന്റെ മോളുടെ ആവശ്യത്തിനായിട്ട്, അതായത് ഞങ്ങൾ പെട്ടെന്ന് ഒരു ദിവസം ഒരു ട്രിപ്പ് പോകാനോ കാര്യത്തിനോ നിൽക്കുമ്പോഴത്തേക്കും അന്ന് വെളുപ്പിനെ എണീറ്റപ്പോഴാണ് മനസ്സിലായി ഇവർക്ക് വെള്ളം കൊടുക്കാനായിട്ട് എന്ത് ചെയ്യും. കാരണം അത്രയും ദിവസം ഞാൻ ഗ്ലാസ്സിലൊക്കെയാണ് കൊടുത്തോണ്ടിരുന്നത്. അയ്യോ, ഇവർക്ക് വെള്ളം കൊടുക്കാൻ ബോട്ടിലിൽ കൊണ്ടുപോയപ്പോൾ പുറത്തൊക്കെ കൊണ്ടുപോകുമ്പോഴത്തേക്കും കുഞ്ഞിന്റെ മേത്തൊക്കെ വീടില്ലേ, വീട്ടിൽ വെച്ച് കൊടുക്കുന്നത് പോലെയല്ല. അപ്പൊ സിപ്പർ ബോട്ടിൽ വാങ്ങിക്കണമല്ലോ. അങ്ങനെ ആലോചിച്ചപ്പോൾ ഞാൻ വെളുപ്പിനെ 6 മണിക്ക്, മീൻസ് ഏർലി മോർണിംഗ് ആണ്, 6 മണി ആയപ്പോഴത്തേക്കും ഞാൻ ഓർഡർ ചെയ്തു. എനിക്ക് ഒരു 5 മിനിറ്റ്സ് 7 മിനിറ്റ്സിനുള്ളിൽ സിപ്പർ ബോട്ടിൽ വീട്ടിലെത്തി. സത്യം പറഞ്ഞാൽ എനിക്ക് അത്ഭുതപ്പെട്ടു പോയി. ഈ സാധനമൊക്കെ നമ്മൾ ഈ 6 മണി 5 മണിക്കൊക്കെ ഓർഡർ ചെയ്താൽ വീട്ടിൽ കൊണ്ടുവന്ന് തരുമോ എന്ന് എനിക്ക് അത്ഭുതം തോന്നി. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് തോന്നിയിട്ടുള്ള പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇൻസ്റ്റാമാർട്ടിന്റെ. ഇനി അതുപോലെ തന്നെ ബിഗ് ബാസ്ക്കറ്റിന്റെ പറയാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഈ ഇൻസ്റ്റാമാർട്ടിൽ ഞാൻ പറഞ്ഞ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ ബിഗ് ബാസ്ക്കറ്റിലും ഉണ്ട് കേട്ടോ. ഇതുപോലെ ഓഫേഴ്സിന്റെ കാര്യമാണെന്നുണ്ടെങ്കിൽ, കൂപ്പൺസിന്റെ കാര്യങ്ങളാണെങ്കിൽ നമ്മൾ അപ്ഡേറ്റഡ് ആയിട്ട് ഇരിക്കണം എന്ന് മാത്രം. ഓരോ ആപ്പിലും എന്തൊക്കെ ഓഫേഴ്സ് എപ്പോഴൊക്കെ വരുന്നു എന്നുള്ള കാര്യങ്ങൾ നമ്മൾ അപ്ഡേറ്റഡ് ആയിട്ടിരിക്കണം. എനിക്ക് തോന്നുന്നു നമ്മൾ വൺസ് ഒരു ആപ്പിൽ നമ്മൾ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തെങ്കിലും ഓഫേഴ്സോ കാര്യങ്ങളോ വന്നു കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ നമുക്ക് ടെക്സ്റ്റ് മെസ്സേജ് വരും, അല്ലെന്നുണ്ടെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് വരും. എനിക്ക് അതുപോലെ ബിഗ് ബാസ്ക്കറ്റോ ആണെങ്കിലും ഇൻസ്റ്റാമാർട്ട് ആണെങ്കിലും എനിക്ക് മെസ്സേജ് വരാറുണ്ട്. ഈ 2 ആപ്സ് ആണല്ലോ ഞാൻ യൂസ് ചെയ്യുന്നത്. സോ ഇപ്പൊ ഞാൻ ഇൻസ്റ്റാമാർട്ടിൽ പറഞ്ഞ എല്ലാ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളും ബിഗ് ബാസ്ക്കറ്റിനും ഉണ്ട്. പിന്നൊരു കാര്യം, ഡെലിവറി ടൈമിന്റെ കേസ് കുറച്ചും കൂടി ബെറ്റർ ഇൻസ്റ്റാമാർട്ടാണ്. ബിഗ് ബാസ്ക്കറ്റ് എനിക്ക് ഒരുപാട് സമയം എടുക്കുന്നത് പോലെയാണ് ഫീൽ ചെയ്തിട്ട്. പിന്നൊരു പോസിറ്റീവ് കാര്യം ഞാനത് പറയാൻ വിട്ടുപോയി, അതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. പേയ്മെന്റ് ഇതിൽ നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ്. അപ്പൊ നമുക്ക് ആദ്യമായിട്ടൊക്കെ വാങ്ങിക്കുമ്പോൾ ഒരു പേടി ഉണ്ടാവുമല്ലോ, നമ്മൾ ഈ പേയ്മെന്റ് ഇത്രയൊക്കെ ചെയ്തിട്ട് നമുക്ക് സാധനങ്ങളൊക്കെ കിട്ടുമോ എന്നുള്ളൊരു പേടി. അത് ഏത് ആപ്പ് യൂസ് ചെയ്താലും എല്ലാവർക്കും, പ്രത്യേകിച്ച് ഓൺലൈനായിട്ട് സാധനങ്ങളൊക്കെ വാങ്ങിക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഉണ്ടാവുന്ന ഒരു പേടി തന്നെ. എനിക്കങ്ങനെ ഉണ്ടായിരുന്നു. അപ്പൊ ആദ്യമൊക്കെ ഞാനൊരു ട്രയൽ പർച്ചേസിംഗ് ഒക്കെ നടത്തിയ സമയത്ത് ഞാൻ ക്യാഷ് ഓൺ ഡെലിവറി ആയിരുന്നു. ഇപ്പോഴും
എന്തെങ്കിലും ഇപ്പോൾ എൻ്റെ GPayക്കോ എന്തെങ്കിലും ഓൺലൈൻ പേയ്മെന്റിനൊക്കെ എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ ക്യാഷ് ഓൺ ഡെലിവറി ഞാൻ യൂസ് ചെയ്യും. അപ്പൊ നമുക്കതൊരു സൗകര്യമാണ്. ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ട്, കാർഡ് പേയ്മെന്റ് ഉണ്ട്, അപ്പോൾ GPay UPI പേയ്മെന്റ്സ് എല്ലാം തന്നെ ഉണ്ട്. അത് രണ്ടിലും ഉണ്ട് കേട്ടോ, ഇൻസ്റ്റാമാർട്ടിലും ബിഗ് ബാസ്ക്കറ്റും. അത് ഇതിന്റെ ഒരു നല്ലൊരു ബെനിഫിറ്റ് തന്നെയാണ്. നമുക്കത് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കി തരും. ഇനി ഇതിന്റെ നെഗറ്റീവ് സൈഡ്സ് ഞാൻ പറയാം. എനിക്ക് അങ്ങനെ ഭീകരമായിട്ടുള്ള നെഗറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യങ്ങളും അനുഭവങ്ങളും ഇതിന് ഉണ്ടായിട്ടില്ല. പിന്നെ ഓൺലൈനായിട്ട് നമ്മൾ ഈ ഗ്രോസറീസും കാര്യങ്ങളും വാങ്ങിക്കുമ്പോൾ എനിക്ക് മെയിൻലി നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ നേരിട്ട് പോയി വാങ്ങിക്കുമ്പോഴത്തേക്ക് നമ്മളെല്ലാം തൊട്ടറിഞ്ഞ്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ തക്കാളി, സവോള, അതുപോലെ എന്ത് വെജിറ്റബിൾസോ ഫ്രൂട്ട്സോ എന്ത് കാര്യങ്ങളാണെന്നുണ്ടെങ്കിലും നമ്മൾ വാങ്ങിക്കുമ്പോൾ നേരിട്ട് നമ്മൾ തൊട്ടറിഞ്ഞ് സെലക്ട് ചെയ്തൊക്കെയല്ലേ വാങ്ങിക്കുന്നത്. ഇതിലെന്തായാലും നമുക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല. അപ്പൊ കൊണ്ടുവരുന്ന സമയത്ത് സംടൈംസ് നമുക്ക് ചിലപ്പോൾ ചീത്ത സാധനം, ഞാൻ പറയുകയാണെങ്കിൽ അങ്ങനെ കംപ്ലീറ്റ്ലി റോട്ടൺ ആയിട്ട് എനിക്ക് അങ്ങനെ കിട്ടിയിട്ടില്ല. പുറമേ നിന്ന് നോക്കുമ്പോൾ നല്ല രീതിക്ക് തന്നെ ഇരുന്നിരുന്നു തക്കാളി. പക്ഷെ നമ്മളത് കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് പൊട്ടയാണെന്ന് മനസ്സിലായത്. അതിപ്പോ നമ്മൾ കടയിൽ പോയിട്ട് സെലക്ട് ചെയ്ത് വാങ്ങിച്ചാലും എനിക്ക് ആ അനുഭവം മേ ബി ഉണ്ടായേക്കാം. കാരണം പുറമേ നോക്കുമ്പോൾ ഒരു കുഴപ്പവും അതിനില്ല, നല്ല ഫ്രഷ് ആയിട്ടിരിക്കുന്നു. പക്ഷെ കട്ട് ചെയ്തപ്പോഴാണ് അതൊരു ഇങ്ങനെ റോട്ടൺ ആയിട്ടിരിക്കുന്ന പോലെ ഫീൽ ചെയ്തു. സ്മെല്ലും ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു അനുഭവം എനിക്ക് ഒരു തവണ ഉണ്ടായിട്ടുള്ളൂ കേട്ടോ. അതൊരു വലിയ നെഗറ്റീവ് എന്ന് പറയാനില്ല. പിന്നെ എനിക്ക് പറയാനുള്ളൊരു കാര്യം, നമ്മൾ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഇൻസ്റ്റാമാർട്ടിൽ നിന്നാണെങ്കിലും ബിഗ് ബാസ്ക്കറ്റിൽ നിന്നാണെങ്കിലും വാങ്ങിക്കുന്ന സമയത്ത് നിങ്ങൾ നല്ല രീതിക്ക് തന്നെ വില അനലൈസ് ചെയ്തിട്ട് മാത്രം വാങ്ങിക്കുക. അതുപോലെ തന്നെ മീറ്റ്, ഫിഷ് ഐറ്റംസ്, ഇതിനൊക്കെ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ വില കൂടുതലാണ്. പിന്നൊരു കാര്യമുണ്ട് കേട്ടോ, ഈ മീറ്റും ഫിഷൊക്കെ ക്ലീൻ ചെയ്ത് അവർ വെച്ചിരിക്കുകയാണ്. നമുക്കത് വാങ്ങിച്ചിട്ട് പ്രത്യേകിച്ച് അധ്വാനം അതിലില്ല. അതുകൊണ്ടാണ് അത്രയും വില അതിന് വരുന്നത്. അപ്പൊ അത് എനിക്കൊരു നെഗറ്റീവ്. ഞാൻ അങ്ങനെയുള്ള മീറ്റും ഫിഷൊന്നും പർച്ചേസ് ചെയ്യാറില്ല. പിന്നെ എന്തെങ്കിലും അത്യാവശ്യം ഘട്ടങ്ങൾ, ഇപ്പൊ ഞാൻ പറഞ്ഞ രാത്രി ടൈം, വെളുപ്പിനെ ടൈം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരുമ്പോൾ നമ്മൾ വാങ്ങിക്കും എന്നല്ലാതെ ഞാൻ അങ്ങനെയുള്ള സാധനങ്ങൾ കൂടുതലായിട്ട് പർച്ചേസ് ചെയ്യാറില്ല. ചില സാധനങ്ങൾക്ക് ഇരട്ടി വിലയായിട്ട് എനിക്ക് തോന്നാറുണ്ട് എന്നല്ല, അങ്ങനെ ഉണ്ട്. അങ്ങനെ ഒരു ഐറ്റം പറയാം, ഏത്തപ്പഴം. ഇപ്പൊ കടയിൽ ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പൊ കടയിൽ 1 കിലോയ്ക്കാണ് 60 രൂപയെങ്കിൽ സംടൈംസ് ഇവര് എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 1/2 കിലോയ്ക്ക് 60. അപ്പൊ അങ്ങനെ എപ്പോഴും അല്ല കേട്ടോ, ചില സമയങ്ങളിൽ അങ്ങനെ ഞാൻ കാണാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഐറ്റംസ് ഞാൻ നോക്കും, അങ്ങനെയുള്ളത് ഞാൻ വാങ്ങിക്കില്ല, അങ്ങനെയുള്ളത് ഒഴിവാക്കും. ഞാൻ അതാ പറഞ്ഞത്, നമ്മളെപ്പോഴും അനലൈസ് ചെയ്ത് വാങ്ങിക്കുക. ചാടിക്കേറി എല്ലാം കൂടി ചറവറ വാങ്ങിക്കാതെ വിലയും കാര്യങ്ങളൊക്കെ അനലൈസ് ചെയ്ത് വാങ്ങിക്കാം. കണ്ണും പൂട്ടി വാങ്ങിക്കാൻ പറ്റുന്നത് ഈ പാക്കറ്റ് ഐറ്റംസ് ഒക്കെ നമുക്ക് വാങ്ങിക്കാം. അല്ലാതെ ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, ഫിഷ്, മീറ്റ് ഒക്കെ വാങ്ങിക്കുമ്പോൾ വില അനലൈസ് ചെയ്ത് നോക്കി നിങ്ങളുടെ ബഡ്ജറ്റിൽ നിൽക്കുന്നുണ്ടോ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് മാത്രം വാങ്ങിക്കുക. കമ്പാരിസൺ ഒക്കെ ചെയ്തിട്ട് മാത്രം വാങ്ങിക്കുക. സോ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ആ നെഗറ്റീവ് സൈഡിനെ നമുക്ക് പോസിറ്റീവ് ആക്കി മാറ്റാൻ പറ്റും. അതുപോലെ ഓഫേഴ്സും കൂപ്പൺസ് ഒക്കെ നല്ല രീതിയിൽ തന്നെ നമുക്ക് ബെനിഫിഷ്യൽ ആയിട്ട് യൂസ് ചെയ്ത് എടുക്കുക എന്നുള്ളത് നമ്മുടെ മിടുക്കാണ്. ഇതിന്റെ ഒരു നെഗറ്റീവ് സൈഡ് എനിക്ക് തോന്നിയിട്ടുള്ളത്, നമുക്ക് ഈ ബ്യൂട്ടി പ്രോഡക്ട്സും അതുപോലെ തന്നെ ഇലക്ട്രോണിക് ഐറ്റംസ്, ഗ്രോസറീസ് ഒക്കെ നമുക്ക് കിട്ടുന്നത് പോലെ തന്നെ ഇൻസ്റ്റന്റ് ആയിട്ട് അത്യാവശ്യത്തിനുള്ള മെഡിസിൻസ് എങ്കിലും അതും കൂടി കിട്ടിയിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്നെനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. മേ ബി അതിന് ഒരുപാട് പ്രശ്നങ്ങൾ അതിന്റെ ഉണ്ടാവും. കാരണം ഫാർമസി പ്രോഡക്ട്സ് നമുക്ക് അങ്ങനെ തോന്നുമ്പോൾ എടുത്ത് പെട്ടെന്ന് തന്നെ നമുക്ക് തരാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് അവർക്കും അതിൻ്റെതായ ലിമിറ്റേഷൻസ് ഉള്ളത് കൊണ്ടായിരിക്കും. പക്ഷെ എന്നിരുന്നാലും കുറച്ചും കൂടി ഒന്ന് ടൈം അതിന്റെ കാര്യത്തിൽ എനിക്ക് ടൈം കൺസെപ്റ്റ് ഉള്ളത് പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. 1 ദിവസം 2 ദിവസമൊക്കെ എടുത്തിട്ടാണ് നമുക്ക് മെഡിസിൻസ് ഡെലിവറി ചെയ്യുന്നത്. സോ അതെനിക്കൊരു നെഗറ്റീവായിട്ട് ഫീൽ ചെയ്തു. അറ്റ്ലീസ്റ്റ് നമ്മളൊരു ആഫ്റ്റർനൂൺ, ഒരു ദിവസം രാവിലെ നമ്മൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അന്ന് ആഫ്റ്റർനൂൺ അല്ലെങ്കിൽ ഈവനിങ്ങിനുള്ളിലെങ്കിലും എത്തുന്ന രീതിയിലേക്ക് ആ ഒരു സർവീസും കൂടി കൊണ്ടുവന്നാൽ അടിപൊളിയായിരിക്കും. ഇനി അടുത്തൊരു നെഗറ്റീവ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് ഇതിന്റെ സർവീസ് അവൈലബിലിറ്റി. അതായത് ചില സ്ഥലങ്ങളിലേക്ക് ഇത് വന്നിട്ടില്ല. അത് ഒരു നെഗറ്റീവ് സൈഡാണ്. ഇപ്പൊ എന്റെ വീട് കൊച്ചി വൈറ്റിലയിലാണ്. എനിക്ക് ഇൻസ്റ്റാമാർട്ടും ബിഗ് ബാസ്ക്കറ്റും ഈസിലി അവൈലബിൾ ആയിട്ടുള്ള സർവീസുകളാണ്. പക്ഷെ ഇതുപോലെ തന്നെ ഓൺലൈനായിട്ട് വരുന്ന ആപ്പുകളാണ് ബ്ലിങ്കിറ്റ്, സെപ്റ്റോ, ജിയോ മാർട്ട്. ഇതിലെനിക്ക് ജിയോ മാർട്ട് അവർ ഡെലിവറി ടൈം കൂടുതൽ എടുക്കുന്നതുകൊണ്ട് ഞാൻ അത് യൂസ് ചെയ്യാത്തത്. പക്ഷെ എനിക്ക് സർവീസ് അവൈലബിൾ ആണ്. പക്ഷെ സെപ്റ്റോ ആണെങ്കിലും ബ്ലിങ്കിറ്റ് ആണെങ്കിലും നമ്മുടെ ഈ ഏരിയയിൽ അത് അവൈലബിൾ അല്ല. അതേസമയം ഈ ഫോർട്ട് കൊച്ചി, തോപ്പുംപടി ഏരിയാസിലൊക്കെ സെപ്റ്റോ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഇൻസ്റ്റാമാർട്ട് കിട്ടാത്ത ഏരിയാസും ഉണ്ട്. അപ്പൊ അങ്ങനെ സർവീസ് അവൈലബിൾ ചില ഏരിയാസിൽ കൂടി കിട്ടാനുണ്ട്. അപ്പൊ കംപ്ലീറ്റ് ആയിട്ട് ഇത് വന്നു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. ഇപ്പൊ എന്റെ ഹസ്ബൻഡിന്റെ വീട് വർക്കലയാണ്. ട്രിവാൻഡ്രത്ത് ഒക്കെ ബിഗ് ബാസ്ക്കറ്റ് ഉണ്ട്. പക്ഷെ ഈ വർക്കലയിൽ നമുക്കത് കിട്ടില്ല.
അപ്പോൾ ഇപ്പൊ പറഞ്ഞതൊക്കെ ഒരു വലിയ നെഗറ്റീവ്സ് ആയിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. ഇതിന്റെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളെ വളരെ നല്ല രീതിയിൽ തന്നെ ഉപയോഗിച്ച് എല്ലാ ബെനിഫിറ്റ്സും എനിക്ക് ഞാൻ മാക്സിമം എനിക്ക് കിട്ടുന്ന രീതിയിൽ ഞാൻ ആക്കിയെടുക്കാറുണ്ട്. സോ നിങ്ങളും അതുപോലെ തന്നെ ഉപയോഗിക്കുക ഈ ആപ്പുകൾ. ഈ ഇൻസ്റ്റാമാർട്ട് ആണെങ്കിലും ബിഗ് ബാസ്ക്കറ്റ് ആണെങ്കിലും ഇപ്പൊ ഈ പറഞ്ഞ പോലെ സെപ്റ്റോ ബ്ലിങ്കിറ്റ് ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതും യൂസ് ചെയ്തോളാം. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അപ്ഡേറ്റഡ് ആയിട്ടിരിക്കണം. ഓരോ ആപ്പിലും അവൈലബിൾ ആയിട്ടുള്ള ഓഫേഴ്സ്, അവരുടെ കൂപ്പൺസ്, സ്പെഷ്യൽ ആയിട്ടുള്ള എന്തെങ്കിലും ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അപ്ഡേറ്റഡ് ആയിട്ടിരിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അപ്പൊ ഇന്നത്തെ എന്റെ വീഡിയോ എന്തായാലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആകും. ഇത് കാണുന്ന നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ ഫ്രണ്ട്സിനും നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. കാരണം നമ്മുടെ ഇപ്പോഴത്തെ ഈ ഒരു സാഹചര്യത്തിൽ ഗ്രോസറീസിനും ബ്യൂട്ടി പ്രോഡക്ട്സിനും മെഡിസിൻസിനും എല്ലാത്തിനും വില കൂടി നിൽക്കുന്ന ഒരു ടൈമാണ്. അപ്പോൾ എല്ലാവർക്കും ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ഇന്നത്തെ ത്രൂ ഔട്ട് വീഡിയോയിൽ മഴയുടെ സൗണ്ട് ഉണ്ടാവും, നല്ല രീതിക്ക് തന്നെ മഴയുടെ സൗണ്ട് ഉണ്ടാവും, അതൊന്ന് എക്സ്ക്യൂസ് ചെയ്യുക. പിന്നെ ഒരുപാട് പോരായ്മകളും കാര്യങ്ങളും ഉണ്ടാവും. ഞാനൊരു ബിഗിനറാണ്, അതുകൊണ്ട് തന്നെ ഞാൻ വീഡിയോ എടുക്കുന്നതിലും പ്രസന്റ് ചെയ്യുന്നതിലും ഒരുപാട് പോരായ്മകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. സോ എന്നെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക മാക്സിമം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. താങ്ക്